ഒരു മൂന്ന് തെമ്മാടികളുണ്ട്, യൂട്യൂബോളികൾ, മൂന്ന് തെമ്മാടി യൂട്യൂബോളികൾ. കാലത്ത് എഴുന്നേറ്റ് വന്നാൽ പച്ച വർഗീയതയും വിദ്വേഷം മാത്രം ഇങ്ങനെ പറയുന്ന ഓസ്പാടികൾ. ഇവറ്റകൾ അറസ്റ്റ് ചെയ്യാനോ പിടിച്ച് ജയിലിലിടാനോ ഒരു നിയമം വകുപ്പൊന്നുമില്ല. എവിടെ അല്ലേ? ഈ സർക്കാർ വന്നതിന് ശേഷമാണല്ലോ ഇത്തരം തെമ്മാടികൾ യൂട്യൂബിൽ ഇതുപോലെ പൂന്ത് വിളിയാടുന്നത്. ഇനി അതല്ലെങ്കിൽ നിയമം ഇതില്ലെങ്കിൽ ആ ഭാഗത്തുള്ള സമൂഹം ഉണ്ടാവത്തില്ല. ചെരുപ്പൂരിയിട്ട് അടിക്കണം. ഇതിങ്ങളെ മുകളിൽ വെറും ചെരുപ്പ് ചാണകം മുക്കിയിട്ട് അടിക്കണം ഈ തെമ്മാടികളെ. ഒന്നെന്താ പറയാ, വി കെ ബൈജുവാ ഒരു തെമ്മാടി. മറ്റൊന്നെന്നൊന്ന് ഒരു സ്ത്രീ ഉണ്ടല്ലോ, എന്നാ അതിന്റെ ആ തെമ്മാടി സ്ത്രീയുടെ പേര് കൂമിതിയ, അതൊന്ന്. പിന്നെ വേറുന്നത് ഒരു ഫൈസൽ കോരോട്ട്. നിങ്ങൾ കേൾക്കണം ഇവിടെ എന്താ നടക്കുന്നത് എന്നൊക്കെയിട്ട് ഓന് മറ്റേ ബാക്കെല്ലാം പുറത്താക്കിയിട്ട് ഇപ്പൊ ഇവിടെ ഒരു കൃഷ്ണപ്രിയ, ഒരു എന്താ പറയുക, ഒരു കൊലപാതകത്തിലെ കേസിലെ പ്രതി ഉണ്ടല്ലോ യമൻ. ഇപ്പോ പേര് എനിക്കറിയത്തില്ല, ഞാൻ വിട്ടുപോയി. അപ്പൊ അതങ്ങനെ അവിടെ എന്താ പറയാ വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടു വരട്ടെ എന്ന് മനസ്സാക്ഷിയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോരാളെ കൊണ്ട് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സാമ്പത്തികപരമായിട്ട് സഹായിക്കാതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഏതൊക്കെ യൂട്യൂബ് ഓളികൾ പറയുന്ന കേട്ട് 8.5 കോടി, അതായത് $1 മില്യൺ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വിടൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ഒരു പ്രൂഫോ ആ കുടുംബമായിട്ട് ഒരു ചർച്ചയോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ ഇവിടുത്തെ കുറെ യൂട്യൂബ് ഓളികൾ ഉണ്ടാക്കുന്നതാ. പക്ഷെ പ്രശ്നം അവിടെയല്ല കിടക്കുന്നത്. ഈ മൂന്ന് തെമ്മാടികൾ വന്നിട്ട് നിരന്തരം വന്നിട്ട് ആ രാജ്യത്തെയും പിന്നെ മുസ്ലിങ്ങളെയും ഇങ്ങനെ പച്ചത്തെറികൾ പറയാ. അത് കേട്ട് കുറെ സംഖ്യ നായ്ക്കാട്ടങ്ങൾ വന്നിട്ട് അതിനകത്ത് ആ ചേച്ചി പറയുന്നത് ശരിയാ, ആ ചേച്ചി പറയുന്നത് ശരിയാന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടും. എന്നാൽ ഈ നായ്ക്കാട്ടങ്ങൾ കമന്റ് ഇടുന്ന അത് അങ്ങനെ തന്നെ വിഴുങ്ങുന്ന, അതിൽ കാശുണ്ടാക്കി വിഴുങ്ങാൻ വേണ്ടി ഈ മൂന്ന് ജന്മങ്ങൾ ഇത് പറയുന്നുള്ള ബോധം വേണ്ടേ? ഇനി ആരെങ്കിലും ആ കൃഷ്ണപ്രിയക്ക് എന്താ പേരറിയില്ല, കൃഷ്ണപ്രിയക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ ഈ തെമ്മാടികൾ ഇത് കേട്ടാൽ ആരെങ്കിലും മനുഷ്യന്മാരെ സഹായിക്കോ? ഒരു ദയവ്യാചന കൊടുക്കുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജാതി മത രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നിട്ട് ഈ മൂന്നെണ്ണത്തിനെ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്നിക്ക് ചങ്ങലക്കിടുക. ഇവര് മുസ്ലിം വിരോധം. മുസ്ലിങ്ങളെ നീ പറഞ്ഞോ, തെണ്ടികളെ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ഇനി എത്ര പറഞ്ഞു കഴിഞ്ഞാലും മുസ്ലിങ്ങളെ രോമത്തിന്റെ പൂളക്ക് പോലും നിങ്ങൾക്ക് തൊടാൻ കഴിയത്തില്ല. പക്ഷെ ഈ ഈ ഈ ഈ ആ വിധി വരുന്നത് വരെയെങ്കിലും ഒന്ന് മിണ്ടാണ്ട് ഇതിന്റെയൊക്കെ വൃത്തികെട്ട നാവ് കൊണ്ടൊന്ന് മിണ്ടാണ്ടിക്ക്. കാരണം സമൂഹം അങ്ങനെ പല സാങ്കേതിക വിദ്യ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇവരെ ഈ ഇഷ്ടപ്രിയന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് കൊടുക്കുമ്പോ ഏതെങ്കിലും ആരെങ്കിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അറബി കൺട്രിയിലേക്ക് എത്തിച്ചിട്ട് ഇതാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദയ ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാണ്ടാവത്തില്ലേ നാറി ചച്ചകള്. അതുകൊണ്ട് നിങ്ങൾ മൂന്നും മിണ്ടാണ്ട് നിൽക്ക്. പിന്നെ നിങ്ങൾ കുറെ കാലം 34 കോടി രൂപ പിരിച്ചു കൊടുത്തത് 34, അതിന് നിന്റെ എന്താണ്, നിന്റെ കാലിന്റെ ഇടയിൽ നിന്ന് എടുത്തിട്ടാണോ, നിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്താണോ കൊടുത്തത്? അത് ജനങ്ങൾ കൊടുത്തതല്ലേ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ₹1 അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ. പിന്നെ അതിങ്ങനെ കുരുപൊട്ടി ഒലിച്ചിട്ടൊന്നും കാര്യമില്ല. 34 കോടി 3000 കോടി കൊടുക്കും തയ്യാറാ. മനസ്സിലായോ എനിക്ക്? നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എപ്പോഴും പറയും ഞമ്മന്റെ ആളല്ല ഭീകരവാദി, ഭീകരവാദിയോ എന്തോ വാദിയോ ആട്ടെ, ഞങ്ങൾ അത് തന്നെയാ. അതിന് നിങ്ങൾക്ക് എന്താ ഇപ്പൊ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുമോ? ഈ സമുദായത്തിനെ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുവാണോ? എന്തെങ്കിലും നിങ്ങൾ നന്നാക്ക്. പക്ഷെ ഇപ്പൊ ഈ 4 ദിവസം ആ വിധി വരുന്നത് വരെ നിങ്ങളെ വായൊന്നും ഉണ്ടാണ്ടിരിക്ക്. അതിനുശേഷം നിങ്ങൾ പറഞ്ഞോ, പുലഭ്യം പറഞ്ഞോ, ഇവിടെ തർക്കമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു എന്നിട്ട് ഏതെങ്കിലും മുസ്ലിംസിന്റെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെ കൂടെ അങ്ങ് പോയി പോകുന്ന നിങ്ങൾ ധരിക്കുന്നത്. അവിടെ ഇരുന്ന് പേപ്പട്ടി കുരക്കുന്നവരെ കുരക്കുമ്പോ കുറെ ചാണകങ്ങൾ വന്ന് അവിടെ മെഴുകും. എന്നിട്ട് അതിൽ കിട്ടുന്ന റവന്യൂ വരുമാനം കൊണ്ട് നക്കി തീട്ടം നിന്ന് ജീവിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇപ്പം മനസ്സാക്ഷിയുള്ളവരൊക്കെ ഇതിനെങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുക. ഇതിന് ജാതിയും മതമൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെക്കുക. ഒരു മനുഷ്യ ജീവന. ആ സ്ത്രീ ക്രൈം ചെയ്തോ ഇല്ല, അതൊക്കെ രണ്ടാമത് ക്രൈം ചെയ്തെങ്കിൽ അതിന്റെ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഈ സമയത്തും പോലും ഇവന്റെ ഒക്കെ വൃത്തികെട്ട നാവ് കൊണ്ട് ഇങ്ങനെ ചടക്കുമ്പോ ഇവനെയൊക്കെ തൂക്കിയെടുത്തങ്ങ് അതിനകത്തേക്ക് കൊണ്ടേണ്ട ഈ നാറികളെ വേണ്ടേ? എന്നിട്ട് വേറെ ഇന്നൊരു ജഡ്ജിമെന്റ് എന്നിട്ട് പൈസ കൊണ്ട ഇവിടെ അവൻ യമൻ അങ്ങനെ വധിക്കത്തില്ല, ഇവിടെ നരേന്ദ്രമോദി സാറാ ഇന്ത്യ ഭരിക്കുന്നു, നിന്റെ തന്ത്യ ഭരിക്കുന്നു. എല്ലാ രാജ്യത്തും ഇപ്പം അടച്ചു ഭരിക്കുന്നത് നിന്റെ തന്ത. മനസ്സിലായോ? എന്നിട്ട് ജിഹാദികൾ ഇവിടെ ഏത് ജിഹാദിയാണ് പറഞ്ഞത്? എന്താ ജിഹാദി? നിന്റെ തന്ത്യ ഇവിടെ അല്ല ജിഹാദികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പരമചച്ച നായിക്കാട്ടവേ, നിന്റെ വിചാരം എന്നാ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്നത് നിന്റെ മോഡിജി എന്ന? ഞാൻ നീ പറഞ്ഞതുകൊണ്ട് പറയുന്ന ഇവിടെ മോഡിജി ഉള്ളത് കൊണ്ട് എത്ര കാലം ജയിലിൽ കിടക്കുന്നത്? എന്താ ഇവരെ ഇറക്കാൻ കഴിയാത്തത്? ഈ വിധി വരുമ്പോ നിങ്ങൾക്ക് വരുന്നത്
എന്നിട്ട് അവിടെയും വെച്ചിട്ട് ഇവൻ എപ്പോഴും നോക്കും, ഇവർക്ക് കുറെ ഉണ്ട് മുസ്ലിം പേര് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് ഇവന്റെ ഒക്കെ കുറച്ച് ഇവർക്ക് എന്തോ ഞാൻ പിന്നെ സംഭവമാണ്. പിന്നെ ഇവൻ എന്താ ചോദിച്ചാൽ ഇവന്റെ പരിപാടി എന്താണെന്നറിയാം, ഇവന്റെ ഫോൺ നമ്പർ ഇടുക. അപ്പൊ എന്നിട്ട് ഇവൻ എന്തോ ഒരു സമുദായത്തിലും അല്ലെങ്കിൽ റസൂലിലൊക്കെ ഇങ്ങനെ കുറ്റം പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് സാധാരണ കേൾക്കുന്നവർക്ക് വികാരം ചിലപ്പോൾ ഫോൺ വിളിക്കും, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് പറയും, ഇതാ കൂട്ടരെ നിങ്ങൾ കേട്ടോ, എനിക്ക് വധഭീഷണി വന്നു. എടാ നിന്നെ ഇതാക്കടിക്കുന്ന എനിക്കെന്തിനാ ഫോൺ ചെയ്യേണ്ട ആവശ്യം? നീ ആരാ? ഐക്യരാഷ്ട്ര തലവനാ? നീ ചീട് കേസടോ, മനസ്സിലാകുന്ന എനിക്ക്. എന്നിട്ട് അങ്ങനെ സംഖ്യകളെ പറ്റിക്കുക, മനസ്സിലായ? നീ എന്താ വെക്കുന്നത്? എനിക്ക് മാത്രം ഇതൊക്കെ പറയാനും ഇതൊക്കെ ചെയ്യാനൊക്കെ അറിയുന്ന ബാക്കിയുള്ളവരൊക്കെ ഊഴം മാറി കേൾക്കുന്നവരൊക്കെ അറിയാണോ? പിന്നെ ഇവരുടെ തന്നയാടിയുടെ നാട്ടുകാർക്ക് പെട്ട ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കുന്നത് ജിഹാദി ജിഹാദി. നീ ഏത് കാലിലിറക്കി എന്നിട്ടാണ് തെണ്ടി നീ പറയുന്നത്? നീ 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 എന്താ ഈ പറഞ്ഞു കിടക്കുന്നത്? നീ ആരാ ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക്? ഏഹ് പരമചർച്ച. ഞാൻ ആവർത്തിച്ച് ഇവന്റെ അടിക്കാൻ വേണ്ടി നീ ഒന്ന് വായടക്ക്. നിങ്ങൾ ഈ വിധിയൊന്ന് വരട്ടെ. ഇന്നത്തെ സാങ്കേതിക വിദ്യയുള്ള ലോക നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ, ഈ തെറ്റകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ, ഇതൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് മറ്റേതെങ്കിലും ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ട് ഇതൊക്കെ അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന പോലെ ഇല്ലാണ്ടാവത്തില്ലേ? എന്തെങ്കിലും ദയ ഉണ്ടെങ്കിൽ. എന്നിട്ട് പറയുമ്പോ പിന്നെയും പറയും 34 കോടി ഞമ്മൻചാക്ക് കൊടുത്തുള്ള നായിക്കാട്ടെ കൊടുത്ത്. എന്താ എനിക്ക് തടയാൻ പറ്റുമോ? നീ തടയിട്. ഏതാ മറ്റേ PKB ഞമ്മന്റെ അതെ, നീ കുറെ കുറയ്ക്കണം. നീ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നീ ഉണ്ടാക്കി കൊടുക്കണം 8 കോടി. നീ എന്താ മറ്റുള്ളവന്റെ വർദ്ധിക്കരുത്? നിനക്ക് പറ്റുവാണെങ്കിൽ നീ അത് ഇറക്കുന്നതല്ലേ? നീ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പച്ചക്ക് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്ക് കേസുകൾ കൊണ്ട് ഇതാക്കിയിട്ടുണ്ട്. ഞാനും കമിതാക്കിയിട്ട് എന്ത് പച്ചക്ക നീ മച്ച പറയുന്നതാ? ഈ പച്ചക്ക് പറയാ നിന്റെ വിചാരം എനിക്ക് മാത്രം ഇതൊക്കെ വഴങ്ങും, ബാക്കിയൊന്നും വഴങ്ങൂലതാ നിന്റെ ധാരണ? അറിയാ, അതിനപ്പുറത്തേക്കും നല്ലപോലെ നാവിന് ഞങ്ങൾക്കും വഴങ്ങും. പക്ഷെ നിന്നെപ്പോലെ ലോകത്തറ ഫ്രോഡ് മലന്തീരി ആവാൻ കഴിയില്ലാച്ചിട്ടാ മിണ്ടാണ്ടിരിക്കുന്നു. മനസ്സിലായ? ഒരു തള്ളത്തിനെയും കൂട്ടി പിടിച്ച് വന്നിട്ട് കുറെ കാലം ചൊറിയിൽ തുടങ്ങിയിട്ട് ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടാ? അമുക്ക് ബാക്കി ചെവിക്ക് പുറത്തെന്ന് പറയുന്ന പോലെ നമ്മളത് കൂടെ അങ്ങ് തള്ളിക്കളയുന്നതാ. കക്കൂസിൽ പോയി നമ്മൾ വാരിത്തുന്നു. രാവിലെ എഴുന്നിട്ട് നമ്മൾ ബാത്റൂമിൽ പോകുന്നു. അതങ്ങ് വേസ്റ്റ് അങ്ങ് തള്ളി അങ്ങ് കഴുകി അങ്ങ് ടാങ്കിലേക്ക് അങ്ങ് ഒഴിക്കാൻ കൊണ്ട് പിന്നെ അതിന്റെ പുറകെ അത് ആരും വാരി തിന്നാൻ പോകും. രണ്ടാമത് ഭക്ഷണം 10 മണിക്ക് ലാസ്റ്റിയാക്കാനൊക്കെ പോകുന്നില്ല എന്നതുപോലെയാ. മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? ഇവരൊക്കെ എന്റെ വിചാരം ഇവരവിടെ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് എന്ത് സഹോദരങ്ങള് തമ്മിലടുപ്പിക്കില്ല. എന്നെ നിന്റെതും വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഒരാളും എന്താ ചെയ്യാ ഒന്നും ചിന്തിക്ക പോലും. അത് വിഷയം വേറെ. സെപ്റ്റിക് ടാങ്കാണല്ലോ, പൊട്ടി കക്കൂസ് ടാങ്ക് പൊട്ടി ഒഴുകുന്ന കണക്കാക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഈ ചർച്ചകൾ ഇങ്ങനെ പറയുമ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഒരു ചെറിയ സമൂഹമാണല്ലോ ഒന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത് അത് അങ്ങോട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് അത്ര സിമ്പതില്ലെങ്കിൽ നിങ്ങൾ പോണേക്ക് പോയിട്ടുണ്ടാക്കി കൊടുക്ക്. ഇവിടെ തമ്മിൽ അടുപ്പിക്കണ്ട. ഇവിടെ മനസ്സാക്ഷിയുള്ളവര് അതിന്റെ പിറകെ ഉണ്ട്. കൊടുക്കേണ്ടവര് കൊടുക്കും, ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ 3 എണ്ണം നിങ്ങൾ നോക്കി ഏത് ഘട്ടത്തിൽ ഈ 3 യൂട്യൂബ് തുറക്കാൻ കഴിയില്ല. ഈ 3 എണ്ണത്തിന് ഞാൻ കാണലില്ല. പക്ഷെ ഇവന്റെ തമ്പിലൊക്കെ കാണുമ്പോഴാണ്. എന്നിട്ട് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അയച്ചു തരും. കാരണം അത്രയും വൃത്തികെട്ട, കാരണം നമ്മൾ ഒരു ഓൺ ചെയ്തിട്ട് ഓടിക്ക് അതിനകത്ത് ഒരു വരുമാനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാ. എന്നിട്ട് ഇവൻ വലിയ അങ്ങ് ആക്കിയിട്ട് മറ്റൊരു കാരോട്ട് നിങ്ങൾ അറിയണം സുഹൃത്തുക്കളെ, ഇവിടെ എന്തൊക്കെയാ ജിഹാദികൾ പറഞ്ഞു തട്ടക്കുന്നത്, ജിഹാദികൾ അങ്ങനെയാക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഇവിടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാ. എടാ ആയോടി, എടാ തെറ്റേ. അതങ്ങ് യമല്ല നടന്നത്, ഇന്ത്യയിലല്ല. ഇന്ത്യയിൽ നീ പറഞ്ഞ ശരിയാ. കാരണം പച്ച മനുഷ്യന്മാരെ വെട്ടിക്കൊന്നാലും തച്ചു കൊന്നാലും ആൾക്കൂട്ടെ കൊലപാതകം നടത്തിയാലും ശിക്ഷയൊന്നും ഉണ്ടാവത്തൊന്നുമില്ല. മനസ്സിലായി എനിക്ക്? പിന്നെ പറഞ്ഞു അവിടെ അങ്ങനെ കാടത്ത സ്വഭാവം, അവിടെ അങ്ങനെ മനുഷ്യത്തെ. എടാ ഒരു മനുഷ്യരെ കൊന്ന കേസിലെ പ്രതിയാ. പിന്നെ ഇവിടെന്ന് വെച്ചാൽ തുല്യ നീതിയാ. ആർക്കും ഇവിടുത്തെ പോരനാവട്ടെ വിദേശിയാവട്ടെ എന്താണോ ക്രൈം ചെയ്ത അത് കണക്കായിട്ട് ശിക്ഷ കൊടുക്കും. നിനക്കറിയോ പരമച്ചെ, ഈ ദുബായിൽ കഴിഞ്ഞ 4 മാസം മുമ്പ് ഒരു സാദിയ എന്ന് പറയുന്ന ഉത്തർപ്രദേശ് ഒരു പാവം പിടിച്ചൊരു പെണ്ണ് അവിടെ വീട്ടുപേരൊക്കെ പോയിട്ട് ആ ചെറിയൊരു കുഞ്ഞ് സാദിയയുടെ കയ്യിൽ നിന്നല്ലാന്നാ പറയുന്നത്. അതെങ്ങനെയോ ഇത് മരണപ്പെട്ടു പോയി. അവസാനം കഴിഞ്ഞ 3 മാസം മുമ്പല്ലേ പരമച്ചെ തലവെട്ടിയത് അല്ലെ? ഞമ്മന്റെ ആളല്ലേ, ജിഹാദിയല്ലേ? അവരെ വെറുതെ വിട്ടോ?
പരമരക്ഷ വിട്ടാണോ? ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഇതേ ഞാൻ നിൽക്കുന്ന ഇപ്പൊ ഞാൻ ലൈവ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഇവിടുത്തെ ആളാ തല വെട്ടിയില്ലേ ഈ നാട്ടിലെ അവൻ ചെയ്ത ക്രൈം അല്ലാണ്ടാക്കി വെറുതെ വിട്ടോ? പരമനാറി ചച്ച നീ പറഞ്ഞതെന്ന് രാവിലെ കുറെ ഊമ്പി മറ്റേ സംഖ്യക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് 2 ശേഖന്മാരുടെ മക്കൾ കളിക്കാൻ വേണ്ടപ്പോൾ ഒന്ന് അബദ്ധവശാൽ ഒരാളെ ചെയ്ത അങ്ങ് മരണപ്പെട്ടു പോയി. എന്താ ഇത്? മുഴുവൻ തരാന്ന് പറഞ്ഞു. ഇല്ല, മാപ്പ് കൊടുത്തില്ല. അവന് ഇതാക്കിയില്ലേ, തലവെട്ടിയില്ലേ? പരമദത്ത ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. മനസ്സിലായ? ഇവിടെ ക്രൈം എന്താണോ അതിന്റെ ശിക്ഷ കിട്ടും. അതിന് വിദേശിയെന്നോ സ്വദേശിയെന്നൊന്നുമില്ല. നിയമം എല്ലാവർക്കും ബാധക. നിയമം അനുസരിച്ച് ജീവിച്ചോളുക. ഈ നമ്മളൊക്കെ ഇവിടെ 10-25 വർഷമായി. എന്തേ നമ്മൾ സുഖമായി ജീവിക്കുന്നില്ല ഇവിടെ? പരമചറ്റ ഊളത്തരം പറയാതെ ഞാനങ്ങ് അവസാനിപ്പിക്കുക.